ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെയും അത് കണ്ട് ഭീതിയോടെ നിൽക്കുന്ന അവളുടെ മകളായ 7 വയസ്സുകാരിയായ റോസിനെയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ്. റോസ് ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റായി ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് റോസിൻ്റെ പക്കലേക്ക് ലോറ എന്നൊരു ബിരുദ വിദ്യാർത്ഥിനിയെ ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നത്. അവളുടെ പ്രൊഫസർ ദിവസങ്ങൾക്ക് മുൻപ് ലോറയുടെ മുൻപിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. ആളുകൾ പുഞ്ചിരിക്കുന്ന രൂപത്തിൽ തന്നെ ഭയപ്പെടുത്തുകയാണെന്നും താൻ മരിക്കാൻ പോവുകയാണെന്നും ലോറ ഭീതിയോടെ റോസിനോട് പറഞ്ഞു. പിന്നീട് ലോറ എന്തോ കണ്ട് ഭയന്ന് ഉറച്ച് പുറകിലേക്ക് കുതിറുകയും നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ടതോടെ റോസ് സഹായത്തിനായി സെക്യൂരിറ്റി ഗാർഡുകളെ വിളിച്ചു. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന ലോറയെയാണ് റോസിനെ കാണാനായി സാധിച്ചത്. അല്പസമയത്തിനകം തന്നെ ലോറ പൊട്ടിയ പാത്രത്തിൻ്റെ കഷ്ണമെടുത്ത് കഴുത്തു ഛേദിച്ച് ആത്മഹത്യ ചെയ്തു. എന്നാൽ ഈ സമയത്തെല്ലാം അവൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഈ ഒരു നിഗൂഢമായ കാഴ്ച റോസിൻ്റെ മനസ്സിൽ ഭീതി ജനിപ്പിച്ചിരുന്നു. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് റോസിനെ ചോദ്യം ചെയ്തു. അതിലുണ്ടായിരുന്ന ഒരാൾ റോസിൻ്റെ മുൻ കാമുകനായ ജോയലായിരുന്നു. അതിനുശേഷം റോസ് തിരികെ തൻ്റെ വീട്ടിലേക്ക് പോയി. ആ രാത്രിയിൽ ആരോ തൻ്റെ വീട്ടിലേക്ക് കടന്നുകൂടിയിട്ടുള്ളതായി റോസിന് തോന്നി. ആ നേരത്തവൾ ഒരു നിഴൽ രൂപം പോലെ ലോറയെ തൻ്റെ വീടിനകത്ത് കണ്ടു. ഈ ഒരു സമയത്താണ് അവളുടെ പ്രതിശ്രുതപരനായ ട്രെവർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പിന്നീട് ട്രെവറിനോടൊപ്പം പുറത്തു പോയെങ്കിലും റോസ് ആ രാത്രിയിൽ സംഭവിച്ച കാര്യത്തെ ഓർത്ത് ആശങ്കാഭരിതയായിരുന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്ന റോസ് ലോറയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് ലോറയുടെ പ്രൊഫസർ ആത്മഹത്യ ചെയ്തതെന്നും അയാളും സമാന രീതിയിൽ മരണസമയത്ത് ലോറയെ നോക്കി പുഞ്ചിരിച്ചുവെന്നും റോസ് മനസ്സിലാക്കി. പിന്നീട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ റോസ് ലോറ തന്നെ ദൂരെ നിന്നും വീക്ഷിക്കുന്നതായി കാണുകയാണ്. പിന്നീട് ലോറയുടെ മറ്റൊരു പേഷ്യൻ്റ് അവൾ മരിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ലോറയുടെ മുഖത്ത് നോക്കി ആക്രോശിച്ചു. ഉടൻ തന്നെ ലോറ സെക്യൂരിറ്റി ഗാർഡുകളെ വിളിച്ചെങ്കിലും അവർക്ക് കാണാനായി സാധിച്ചത് ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു പേഷ്യൻറ്റിനെയാണ്. റോസ് മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവളുടെ സൂപ്പർവൈസറായ ഡോക്ടർ മോർഗൻ അവൾക്ക് ഒരാഴ്ച അവധി നൽകി. ആ രാത്രിയിൽ തൻ്റെ വീടിൻ്റെ സെക്യൂരിറ്റി അലാം അടിക്കുന്ന ശബ്ദം കേട്ട് റോസ് പരിഭ്രാന്തിയിലായി. ഭീതിയോടെ അവൾ പോലീസിനെ വിളിച്ചെങ്കിലും പോലീസിൻ്റെ അന്വേഷണത്തിൽ മറ്റാരെയും അവിടെ കാണാനായി സാധിച്ചിരുന്നില്ല. റോസിൻ്റെ പെരുമാറ്റത്തിലെ വൈരുദ്ധ്യം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ട്രെവറും ശ്രദ്ധിച്ചിരുന്നു. ആ രാത്രിയിൽ തൻ്റെ അമ്മ മരിച്ചു കിടക്കുന്ന രംഗം സ്വപ്നത്തിൽ കണ്ട് റോസ് ഞെട്ടിയുണർന്നു. ശേഷം റോസ് താനും ലോറയും സംസാരിച്ചിരുന്ന സംഭാഷണത്തിൻ്റെ ഓഡിയോ റെക്കോർഡ് വീണ്ടും പരിശോധിക്കുകയാണ്. ഈ ഒരു സമയത്ത് ലോറയുടെ ദുരാത്മാവ് വീണ്ടും തൻ്റെ പക്കലേക്ക് വരുന്നതായി റോസിന് തോന്നി. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ട്രെവർ കണ്ടത് കത്തിയുമേന്തി നിൽക്കുന്ന റോസിനെയായിരുന്നു. റോസ് ഇക്കാര്യങ്ങളെല്ലാം തൻ്റെ ഡോക്ടറായ മാർട്ലനെ അറിയിച്ചെങ്കിലും ഇതെല്ലാം മാനസിക രോഗിയായ നിൻ്റെ അമ്മയിൽ നിന്നും നിനക്ക് പകർന്നു കിട്ടിയതാണെന്ന് മാർട്ലൻ അവളോട് പറഞ്ഞു. പിന്നീട് റോസ് തൻ്റെ സഹോദരിയായ ഹോളിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനായി പോവുകയാണ്. എന്നാൽ റോസ് കൊടുത്തിരുന്ന ഗിഫ്റ്റ് ബോക്സിലുണ്ടായിരുന്നത് റോസിൻ്റെ പൂച്ചയുടെ മൃതശരീരമായിരുന്നു. ഇത് ചെയ്തത് താനില്ലെന്ന് കരഞ്ഞുകൊണ്ട് റോസ് അവിടെ ഉണ്ടായിരുന്ന അതിഥികളോട് വിശദീകരിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് ലോറ അവിടെ ഇരുന്നു തന്നെ നോക്കി ചിരിക്കുന്നതായി റോസിന് തോന്നുകയാണ്. ഭീതിയോടെ പുറകിലേക്ക് നീങ്ങിയ റോസിനെ അവിടെ ഉണ്ടായിരുന്ന ടേബിളിലേക്ക് വീണ് പരിക്ക് പറ്റി. ഈ സംഭവങ്ങളെല്ലാം ലോറയുടെ സൂപ്പർവൈസറായ മോർഗനും അറിഞ്ഞിരുന്നു. തനിക്ക് അനുഭവപ്പെടുന്ന അവിശ്വസനീയമായ ഈ സംഭവങ്ങൾ ട്രെവറിനെ പറഞ്ഞു ബോധിപ്പിക്കാൻ റോസിന് സാധിച്ചില്ല. നിന്റെ അമ്മയെപ്പോലെ തന്നെ നിനക്കും ഭ്രാന്താണെന്നും പറഞ്ഞുകൊണ്ട് ട്രെവർ അവളെ കുറ്റപ്പെടുത്തി. അങ്ങനെ അവൻ പിണങ്ങിപ്പോയതോടെ റോസ് തൻ്റെ വീട്ടിൽ തനിച്ചായി. പിന്നീട് റോസ് ആത്മഹത്യ ചെയ്തിരുന്ന ലോറയുടെ പ്രൊഫസറെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അന്നുറങ്ങാൻ കിടന്നിരുന്ന റോസിനെ
ലോറയുടെ ദുരാത്മാവ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ റോസ് പ്രൊഫസറുടെ വിധവയായ ഭാര്യയെ ചെന്ന് കണ്ടു. പ്രൊഫസർ മരിക്കുന്നതിലും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ പ്രൊഫസറുടെ മുൻപിൽ വെച്ച് ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പ്രൊഫസറുടെ ഭാര്യ റോസിനെ അറിയിച്ചു. പിന്നീട് അവർ പ്രൊഫസർ വരച്ചിരുന്ന നിഗൂഢമായ ചില ചിത്രങ്ങൾ റോസിനെ കാണിച്ചു. എന്നിരുന്നാലും റോസ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ ആ സ്ത്രീ ഒരുക്കമല്ലായിരുന്നു. അതോടെ റോസ് പോലീസ് ഓഫീസറായ തൻ്റെ മുൻ കാമുകൻ ജോയലിനെ കാണാനായി ചെന്നു. അവൻ്റെ സഹായത്തോടെ അവൾ സമാന രീതിയിൽ മരണപ്പെട്ടവരുടെ പോലീസ് രേഖകൾ പരിശോധിച്ചു. എല്ലാ കേസുകളിലും പുഞ്ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ മരണത്തിന് ഒരു സാക്ഷിയുണ്ടായിരുന്നു. പിന്നീട് ഈ സാക്ഷികൾ മറ്റൊരാളുടെ മുൻപിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും അടുത്തിര താനാണെന്നും റോസ് ഭീതിയോടെ മനസ്സിലാക്കി. അതോടെ റോസ് തൻ്റെ സഹോദരിയായ ഹോഡിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഹോഡി അവൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും വിശ്വസിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഈ ഒരു സംഭവം ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നതിന് കാരണമായി. തിരികെ പോകുന്ന സമയത്ത് ഹോളിയുടെ ശിരസറ്റ് വീഴുന്ന ഒരു ഭ്രാന്താത്മകത റോസിന് അനുഭവപ്പെട്ടിരുന്നു. ഈ ഒരു തോന്നൽ റോസിൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിയാക്കി. ഭീതിയോടെ റോസ് അലറിക്കരയുന്ന കാഴ്ച ഹോളിയുടെ മകൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ജോയൽ റോസിനെ വിളിച്ചു. ആത്മഹത്യയ്ക്ക് സാക്ഷികളായിട്ടുള്ളവർ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ളതായി താൻ കണ്ടെത്തിയെന്ന് ജോയൽ അവളെ അറിയിച്ചു. എന്നാൽ ആത്മഹത്യയ്ക്ക് പകരം മറ്റൊരാളെ കൊലപ്പെടുത്തിയ റോബർട്ട് എന്നയാൾ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് അവൻ അവളോട് പറഞ്ഞു. പിറ്റേന്ന് ജോയലിൻ്റെ സഹായത്തോടെ റോസ് ജയിലിൽ കിടന്നിരുന്ന റോബർട്ടിനെ ചെന്ന് കണ്ടു. ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗം ഏതെങ്കിലും സാക്ഷിയുടെ മുൻപിൽ വെച്ച് അയാൾക്ക് വലിയ മാനസികാഘാതമുണ്ടാക്കുന്ന തരത്തിൽ ആരെയെങ്കിലും മൃഗീയമായി കൊലപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണെന്ന് അയാൾ റോസിനെ അറിയിച്ചു. എന്നാൽ പിന്നീടാണ് അയാൾ റോസും ഒരു സാക്ഷിയാണെന്നുള്ള വസ്തുത ഭീതിയോടെ തിരിച്ചറിയുന്നത്. അതോടെ അവളോട് കൺമുൻപിൽ നിന്നും പോകാൻ പറഞ്ഞുകൊണ്ട് അയാൾ ആക്രോശിച്ചു. തിരികെ വീട്ടിലേക്കെത്തി അവളെ അന്വേഷിച്ച് അവളുടെ ഡോക്ടറായ മാഡ്ലൻ എത്തി. അവൾ മാഡ്ലനുമായി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവൾക്കൊരു കോൾ വന്നു. ആ സമയത്ത് അവളെ വിളിച്ചിരുന്നത് സാക്ഷാൽ മാഡ്ലൻ തന്നെയായിരുന്നു. അപ്പോഴാണ് തൻ്റെ കൺമുൻപിലിരിക്കുന്നത് യഥാർത്ഥ മാഡ്ലനല്ല എന്നുള്ള വസ്തുത റോസ് ഭീതിയോടെ മനസ്സിലാക്കുന്നത്. ചിരിച്ചുകൊണ്ട് ആ രൂപം നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ട് റോസിനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് റോസ് ഒരു കത്തിയുമായി തൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് സൂപ്പർവൈസറായ മോർഗൻ്റെ മുൻപിൽ വെച്ച് തൻ്റെ ഒരു പേഷ്യൻറ്റിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ വീണ്ടും വീണ്ടും ആഞ്ഞു കുത്തിയിട്ടും ആ പേഷ്യൻ്റ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേ നേരമാകട്ടെ മോർഗൻ സ്വന്തം മുഖം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് തൻ്റെ ഒരു ഭ്രാന്താത്മകതയായിരുന്നു എന്നുള്ള വസ്തുത റോസ് മനസ്സിലാക്കുന്നത്. ഹോസ്പിറ്റലിന് സമീപമായി നിന്നിരുന്ന റോസിനെ കണ്ടതോടെ മോർഗൻ അവളുടെ പക്കലേക്ക് ചെന്നു. എന്നാൽ റോസ് ആവട്ടെ ഭീതിയോടെ അതിവേഗത്തിൽ അവിടെ നിന്നും കാർ ഓടിച്ചു പോവുകയാണ്. സാക്ഷികളുണ്ടായാൽ മാത്രമേ ആത്മഹത്യ സംഭവിക്കുകയുള്ളൂ. അതിനാൽ തനിച്ചിരിക്കാം എന്ന് കരുതി റോസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന തൻ്റെ കുടുംബ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. ഈ ഒരു വീട്ടിൽ വെച്ചായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് റോസിൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നത്. അങ്ങോട്ടേക്കെത്തിയ റോസിൻ്റെ മനസ്സിലേക്ക് വേദനാജനകമായ ഓർമ്മകൾ കടന്നു വന്നു. രാത്രിയോടെ റോസിൻ്റെ അമ്മയുടെ ദുരാത്മാവ് അവളുടെ പക്കലേക്കെത്തി. നീ ശരിയായ രീതിയിൽ നോക്കാത്തത് കൊണ്ടായിരുന്നു ഞാൻ മരണമടഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് റോസിനെ കുറ്റപ്പെടുത്തുകയാണ്. ശേഷം അമ്മയുടെ ആ ദുരാത്മാവ് റോസിനെ ആക്രമിക്കാനൊരുങ്ങി. അതോടെ റോസ് കയ്യിലുണ്ടായിരുന്ന വിളക്കുപയോഗിച്ച് ആ ദുരാത്മാവിനെ തീ വെച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ശേഷം അവൾ അവിടെ നിന്നും ജോയലിൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. തൻ്റെ വീട്ടിലേക്കെത്തിയ അവളെ ജോയൽ ആശ്വസിപ്പിച്ചു. പിന്നീട് ജോയൽ നിഗൂഢമായ ഭാവത്തിൽ അവളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ഭീതിയോടെ അവൾ അവിടെ നിന്നും പുറത്തേക്കോടി. പെട്ടെന്ന് റോസ് തൻ്റെ സുബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു സമയത്താണ് തൻ്റെ പഴയ വീട്ടിലേക്ക് എത്തിയത് മുതൽ ഇതുവരെ തോന്നിയിരുന്നതെല്ലാം തൻ്റെ ഒരു ഭ്രാന്താത്മകതയായിരുന്നു
എന്നുള്ള വസ്തുത റോസ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്താണ് റോസിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് യാഥാർത്ഥികമായി ജോയൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. ജോയൽ തൻ്റെ മരണത്തിനു സാക്ഷിയാക്കാതിരിക്കാനായി റോസ് വീടിനകത്തേക്കു കയറി വാതിലടച്ചു. ഈ ഒരു സമയത്ത് റോസിനെ വേട്ടയാടിയിരുന്ന പിശാച് തൻ്റെ ചർമ്മം പറിച്ചെടുത്ത് അതിൻ്റെ യഥാർത്ഥ രൂപം റോസിനെ കാണിച്ചു. ഭീതിയോടെ അലറിക്കരഞ്ഞിരുന്ന റോസിൻ്റെ വായിലൂടെ ആ പിശാച് അവളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഈ ഒരു സമയത്താണ് റോസിൻ്റെ വീടിൻ്റെ വാതിൽ പൊളിച്ച് ജോയൽ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതോടെ റോസ് അവിടെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ തൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ്. നടക്കുന്ന ഈ ദൃശ്യങ്ങൾ ഭീതിയോടെ വീക്ഷിക്കുന്ന ജോയലിൻ്റെ രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.